രാഹുൽ മാങ്ങാണ്ടിയുടെ ഒരു അവസ്ഥയെ ഇന്നിപ്പോ തലസ്ഥാനത്ത് ഉഡായിപ്പ് SUC ആശമാരുടെ സമര അവസാനിപ്പിക്കൽ വേദിയിലാണ് സകലമാന ഉഡായിപ്പുകളും ഒരുമിച്ചത്. ആ ഉഡായിപ്പുകൾ ഒരുമിച്ച വേദിയിൽ നിന്ന് ഒരു ഉഡായിപ്പിനെ ഇറങ്ങിപ്പോകാനായിട്ട് നിർദ്ദേശം വരുന്നു. ആര് പറയുന്നു? മനോരമ തന്നെ പറയുന്നത് നിങ്ങൾ കേൾക്കും. ആശാ സമരവേദിയിൽ രാഹുൽ വാങ്കൂട്ടത്തിൽ എത്തിയതിൽ VD സതീശന് അനിഷ്ടം. രാഹുൽ പോകാതെ സതീശൻ എത്തിയേക്കില്ല. പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് സമരസമിതിയെ ബന്ധപ്പെട്ടു. രാഹുലിനെ ഇക്കാര്യം സമരസമിതി അറിയിച്ചു. തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വേദി വിട്ടു. ആ ദൃശ്യങ്ങളിലേക്ക്. സന്തോഷം പങ്കുവെക്കാൻ, ദുഃഖം പങ്കുവെക്കാൻ, എല്ലാത്തിനും ഒരു വേദിയായി ഒരുങ്ങിയെന്ന് ഞങ്ങൾ വലിയൊരു കുടുംബമായി കഴിഞ്ഞ 8 മാസമായി കഴിഞ്ഞ ഈ സ്ഥലം ഇവിടെ നിന്ന് തിരിഞ്ഞു പോകുമ്പോൾ തീർച്ചയായും ഞങ്ങൾക്ക് വളരെയേറെ പ്രയാസങ്ങളുണ്ട്. എങ്കിലും കൂടുതൽ ഉയർന്ന ഒരു ഘട്ടത്തിലേക്ക് ആത്മവീര്യം വീണ്ടെടുത്തുകൊണ്ട് ഇത്രയും നാൾ പ്രദർശിപ്പിച്ച അതേ പോരാട്ടം ഞങ്ങൾ ആരെങ്കിലും ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ നമ്മൾ കഥയുണ്ടാക്കുന്നു എന്ന് പറയും. ഇനിയിപ്പോ അവരുടെ മുഖപത്രം അല്ലെങ്കിൽ ഔദ്യോഗിക പത്രം തന്നെ പറയുമ്പോൾ സഹിക്കാൻ പറ്റുമല്ലോ, ഉൾക്കൊള്ളാനും പറ്റുമല്ലോ. ഏറ്റവും ഗതികെടുമ്പോൾ മാത്രമല്ലേ അങ്ങനെ ഒരു വാർത്തകൾ കൊടുക്കാറുള്ളൂ. കേട്ടില്ലേ, ഒരു പരിപാടി പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എണീറ്റ് പോടാ, നിന്നെ ഇവിടെ ഇരുത്തിയിരുന്ന പ്രതിപക്ഷ നേതാവിന് വരാൻ പറ്റില്ല, പ്രതിപക്ഷ നേതാവിന് വരണമെന്നുണ്ടെങ്കിൽ ഈ ഞരമ്പനെ ഇവിടെ നിന്ന് ഒഴിവാക്കണമെന്ന് അദ്ദേഹം അറിയിച്ചു. നേരെ ഒരു ദൂതൻ വന്നത് പറയുകയാണ്. പറഞ്ഞ ഉടനെ ആ വേദിയിൽ നിന്ന് നാണം കെട്ട് ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥ നോക്കണേ. കേരളത്തിന്റെ ചരിത്രത്തിലെ ഒരു MLAക്കും ഇങ്ങനൊരു അവസ്ഥ വന്നിട്ടില്ല. MLA എന്നും കോൺഗ്രസ് നേതാവെന്നും സാങ്കേതികമായി പറയുന്നു. നിയമസഭയിൽ കയറാൻ പറ്റില്ല, പാർട്ടി വേദികളിൽ നേതാക്കന്മാർ പങ്കെടുക്കുന്ന വേദി പോകാൻ പറ്റില്ല. പക്ഷെ ഇപ്പോഴും നാണോ ഇല്ലാതെയും ഉളുപ്പില്ലാതെയും ആ കോഴി ലേബലിൽ ഇങ്ങനെ ആട്ടി ഇറക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. പല വീടുകളിലെ അവസ്ഥ ഇപ്പോൾ ഇതാണ്. കയറിയ അവർ ചാണകവെള്ളം തളിച്ച് പുറത്തിറക്കുന്ന ഒരവസ്ഥ. എന്നിട്ട് പോണ പോക്കില് മാപ്രകളോട് മൊത്തം കലിപ്പോട് കലിപ്പ്. കാര്യം പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലിനോട് എന്റെ ഓഡിയോ പുറത്തുവിട്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്ത തെമ്മാടിത്തത്തെ നാട്ടുകാർ അറിയിച്ചത് കൊണ്ട് റിപ്പോർട്ടർ ചാനലിനോട് തീർത്താൽ തീരാത്ത കലിപ്പ് ഗാന്ധിയൻ കാട്ടിക്കാട്ടി പോവുകയാണ്. ഞാൻ വേറെ പത്രസമ്മേളനം നടത്തി പറഞ്ഞോളാം കേട്ടോ. രാവിലെ എന്തൊരു പൊട്ടിത്തിരിപ്പാ ചങ്ങാതി. രാവിലെ എങ്ങനെ ഇത് കഴിയുന്നത്? ഇതിന് പ്രത്യേക ശമ്പളം ഉണ്ടാ? രാവിലെ ഇതിന് പ്രത്യേക ശമ്പളം ഉണ്ടാ? അല്ല, രാവിലെ ഇതിന് പ്രത്യേക ശമ്പളം ഉണ്ടാ? അഞ്ചരയുടെ കേസ് എന്തായി? ഒരു പെൺകുട്ടിയുടെ ശബ്ദ അല്ല, ഈ നിങ്ങളുടെ പുതിയ രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഫോക്കസ് ചെയ്യില്ല, ഇങ്ങോട്ട് ഫോക്കസ് ചെയ്യില്ല. അഞ്ചരയുടെ കേസ് എന്തായി? അത് ഞാൻ പറഞ്ഞിട്ട് അല്ലെ, രാവിലെ റിപ്പോർട്ടർ ഒന്ന് മാറിയുന്നേ. അല്ല, നിങ്ങൾ മാറിക്കൂ, ഞാൻ ബാക്കിയുള്ളവരോട് സംസാരിക്കട്ടെ. നിങ്ങൾക്ക് അതിനെപ്പറ്റി താല്പര്യമല്ലോ. ആശമാരുടെ സമരത്തെ പറ്റി പറയാം. നിങ്ങൾക്ക് ആ സമരത്തെ ഒറ്റ കൊടുക്കുന്നതിന് പ്രത്യേക താല്പര്യം ഉണ്ടെന്നറിയാം. അതുവിടെ അല്ല, ഞാൻ ചൂടായില്ല, കൂളാണ്. അയ്യോ എന്റെ പോലീസ് രാവിലെ ഒരു കാര്യമില്ലാതെ ഒരടിസ്ഥാനവും ഇല്ലാത്ത കുത്തിത്തിരിപ്പിന് മാത്രമായിട്ട് റിപ്പോർട്ടറിന് പ്രത്യേക ശമ്പളം ഉണ്ട്. അല്ല, നിങ്ങൾ ആദ്യം ചോദിച്ച വിഷയം എന്താ? നിങ്ങൾ ആദ്യം കാറിൽ കയറാൻ നേരത്ത് ആശമാരുടെ സമരത്തെക്കുറിച്ച് ആ ഞരമ്പത്തരത്തിൽ ഒരു കുറവുമില്ല എന്ന രീതിയിൽ ഒരു വാചകം കൂടി പറഞ്ഞു. അതായത് ആശാവർക്കർമാരുടെ സമരത്തെ പറ്റിയിട്ട് എനിക്ക് പ്രത്യേകമായി വൈകാരികതയുള്ള ഒരു വിഷയമാണ്. അത് നമുക്കറിയാലോ. ആശമാരെന്നല്ല, സ്ത്രീകൾ എവിടെ കൂടുന്നോ എനിക്കതൊരു വികാരമാണ്. അതിന്റെ ഫലമാണ് ഇപ്പോൾ വച്ചനത്തുന്നത്. തീർന്നില്ല, ഇപ്പോഴും ആ വികാരമായിട്ട് തന്നെ കൊണ്ട് നടക്കുകയാണ്. അതിന് 60 വയസ്സ് വരെ എന്നുള്ള ഒരു യാതൊരു തടസ്സവും ഇല്ലല്ലോ. പുറത്തു വന്ന വിവരങ്ങൾ വെച്ചിട്ട് സ്ത്രീയാണോ, പ്രായം ഒരു പ്രശ്നമേ അല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആശമാരുടെ ഇതും എനിക്കൊരു വികാരമാണെന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴും ഇതുകൊണ്ടൊന്നും ഒന്നും പഠിച്ചിട്ടില്ല. അണ്ണാം മൂത്താലും മരം കയറ്റം മറക്കില്ല എന്ന് പറയുന്ന അവസ്ഥ തന്നെ. എന്തായാലും സതീശന് കാര്യങ്ങൾ വ്യക്തമായതുകൊണ്ട് അവിടെ നാട്ടി ഇറക്കി വിട്ടു. ആ സ്ത്രീകൾക്ക് കൂടി നാളെ ഉത്തരവാദിത്വം പറയേണ്ട അവസ്ഥ വരുമെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇനി ആ പരാതിക്ക് കൂടി ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഞാൻ തന്നെ ബലിയാടാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇറക്കിവിടാ മാരണത്തെ എന്നൊരു ദൂതനെ വിട്ട് അറിയിച്ചു. നാണം കെട്ട് ഇറങ്ങി പോകേണ്ട ഗതികേട്. ഒരു ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി സ്വന്തം പാർട്ടിക്കാരാൽ തന്നെ അപമാനിക്കപ്പെടുന്നത് എങ്ങനെയെന്ന് നോക്കൂ. അവർക്ക് ഏതെങ്കിലും പൊതുവേദിയിൽ ഈ ഞരമ്പനുമായിട്ട് വേദി പങ്കിടാൻ പോലും ധൈര്യമില്ല. കാര്യം എന്താണ്? അത്രമാത്രം കാര്യങ്ങൾ അവർക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇനി മാങ്ങാണ്ടിയെ ന്യായീകരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാര്യം അറിയാം. സതീശൻ എന്തിന് ഇറക്കി വിട്ടു എന്ന് പറഞ്ഞാൽ ഇനിയും ബോധ്യമാകാത്തവർക്ക് പരാതി എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് നടക്കുന്നവർക്ക് പരാതി ഇല്ലെങ്കിൽ പോലും ഇന്നലെ വരെ തോളിൽ വെച്ചുകൊണ്ട് നടന്ന ഒരുത്തൻ എത്രമാത്രം അലവലാതിത്തരമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട്
ആ വ്യക്തി തന്നെ അകറ്റി നിർത്തുന്നത് കണ്ടിട്ടെങ്കിലും ചിലർക്ക് മനസ്സിലാക്കാവുന്നതാണ് ഈ പറയുന്നതിലൊക്കെ വസ്തുതയുണ്ടോ ഇല്ലയോ എന്ന്.